നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രം വരുന്നത് മേടക്കൂറിലാണ്. മേടക്കൂറുകാർക്ക് ചാരവശാൽ 2ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ബുധനോട് ചേർന്ന് 12ാം ഭാവത്തിലാണ്. ഒരു ശുഭമധ്യസ്ഥിതി എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട്, അതും ഭാഗ്യാധിപതിയാണ് 2ൽ നിൽക്കുന്നത്. അപ്പം ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിട്ട് വർധനവുണ്ടാകാനായിട്ട് യോഗമുണ്ട്. അതേപോലെ 5ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ ഉച്ചബലവാനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മക്കളെ സംബന്ധിച്ച് നല്ല അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. എങ്കിലും മക്കളെ പ്രതി കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കുറച്ചൊരു എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം, എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൻ്റെ വരും വരാതികൾ നോക്കാതെ അത് പെട്ടെന്ന് എടുത്തിയാടി പ്രവൃത്തി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശത്രുദോഷമാണ്. അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദര സ്ഥാനത്ത് സഹോദരന്മാരെ പോലെ കാണുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനീയർ, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം നമുക്ക് അപ്രിയമായി വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ശത്രുത പോലെ നമ്മളോട് അകൽച്ച തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടപെടാനും സംസാരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ഉപദേശം പോലെയുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ 2 പ്രബലമായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ മാസത്തിൽ വന്നിരിക്കുന്നത്. ഒന്ന്, കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനി 12ലേക്ക് പോയി. അപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണെങ്കിൽ പോലും പൊതുവേ കർമാധിപതി നഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽ നഷ്ടം പോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത. അതേപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കുക, തൊഴിൽ മേഖലയിൽ കുറച്ച് അലച്ചിൽ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യോഗമുള്ളത്. അപ്പോൾ അത് ശനി 7.5 ശനിയുടെ തുടക്കം കൂടിയാണ്. അപ്പം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും, ബാധ്യതകളുണ്ടാവും. അപ്പോൾ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ആ ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത് ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചത്തിലേക്ക് പോയി, അതായത് കർക്കിടകൻ രാശിയിലേക്ക് പോയി. അപ്പോൾ അത് ലഗ്നാൽ 4ാം ഭാവത്തിലായത് കാരണമുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക, വീട്ടിലെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥ വരിക, അല്ലെങ്കിൽ ഉത്തരവാദിത്വം, കുടുംബ സംബന്ധമായിരിക്കുന്ന ഉത്തരവാദിത്വം വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല ശത്രുദോഷം കാരണം സ്വസ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള യോഗവും കാണുന്നുണ്ട്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ആ ദോഷം പരിഹരിക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.